എന്താ മനുവിന്റെ ഹോംവർക്കാണോ? ഇതായിട്ടുള്ള ഒരു ചാലഞ്ചാ. അപ്പൊ ഒരു ചാലഞ്ച് കളിക്കാം ഇപ്പൊ. അതായത് ഇവിടെ 5 മനുഷ്യരുണ്ട്. 5 മനുഷ്യർക്ക് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് വീടുണ്ടാക്കി കൊടുക്കണം. പക്ഷെ 2 സ്ക്വയറേ വരയ്ക്കാൻ പറ്റുള്ളൂ. 2 സ്ക്വയർ വരച്ചിട്ട് എങ്ങനെ 5 ആൾക്കാർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റൂം ഉണ്ടാക്കി കൊടുക്കും? ആലോചിച്ചോളൂ. ടൈമർ തുടങ്ങാം. നല്ല ആൾക്കാരോട് കാണാൻ ചിരി വരുന്ന ആൾക്കാരെ കണ്ടോ? എന്റെ കലയെ പുച്ഛിക്കരുത്. തലയിൽ അതൊരു ചെറിയ മുടി. 2 സ്ക്വയർ അല്ലേ? 2 സ്ക്വയർ. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചതുരം. സമചതുരം. അപ്പം ഇങ്ങനെ ഒരാൾക്ക് വരച്ചു കൊടുത്താല് ആൾ ഒറ്റയ്ക്കാവും. പിന്നെ 1, 2 അപ്പോഴത്തേക്ക് കുറെ എണ്ണം വേണ്ടി വരും. ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ വരച്ചാല് 2 ആൾ ഇവിടെ ആവും. പിന്നെ ഒരെണ്ണം ഇങ്ങനെ വരച്ചാല് ഒരാളെന്നാലും അല്ല 3 ആളും കൂടെ ഒരെണ്ണത്തിൽ. അവർക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് ഒരു മുറി ഉണ്ടാവണം. അപ്പം ഇങ്ങനെ വരച്ചാൽ ഞാൻ പറഞ്ഞു തരട്ടെ? വേണ്ട. ഇതൊക്കെ എവിടുന്നാ കണ്ടുപിടിച്ചത്? ഞാൻ സ്വന്തമായിട്ട് തലയിൽ ബുദ്ധിയോട് ഉണ്ടാക്കിയത്. നല്ല റീലും കണ്ടതായിരിക്കും ഉറപ്പല്ലേ. എന്തായാലും ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് സൊല്യൂഷൻ ആയിരിക്കും. ഇങ്ങനെ ഒരെണ്ണം വരച്ചാൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരച്ചു കഴിഞ്ഞാല് പിന്നെ ഇപ്പൊ 1, 2 ഇയാള് മാത്രം ഒറ്റയ്ക്കാവും. പക്ഷെ എന്നാലും ഇതിവിടെ അങ്ങോട്ട് പോയി അവർക്ക് അങ്ങനെ സംസാരിക്കാൻ പാടില്ല. 5 ആളെയും ഇൻഡിവിജ്വൽ മുറിയിൽ ഇട്ട് പൂട്ടണം. ഒരു പാർട്ട്നേഴ്സ് ഒക്കെ ഉണ്ടാവട്ടെ. പാവം ഇങ്ങനൊന്നും ചെയ്യരുത്. ജയിലോ ഇന്നലെ വരച്ചു നോക്കാം. എൻ്റെ വരയുടെ കഴിവിനെ കുറിച്ച് പണ്ട് സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട്. മേലെ വരയ്ക്കുന്ന ജോലിയൊന്നും എടുക്കരുത്. അതാണ് ആർക്കിടെക്റ്റ് ആവാഞ്ഞത്. ഇത് കറക്റ്റ് ആണ്. ഫസ്റ്റ് കിട്ടിയത് കറക്റ്റ് ഇങ്ങനെ തന്നെയാണ്. അപ്പൊ അടുത്തത് അപ്പൊ ഇങ്ങനെ വരച്ചാലോ ഇയാള് മാത്രമാവും. അപ്പോൾ എന്തെങ്കിലും ഒരു ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടെ വേണ്ട ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് ട്രയാങ്കിൾ ആവും. ഗുജ്ജി കള്ളി. കറക്റ്റ്. സ്ക്വയർ ഇങ്ങനെ തിരിച്ചു വെച്ചു. ഇപ്പൊ 5 ആൾക്കും 5 മുറിയായി. നടുക്കിലത്തെ ഞാനാണ്. വലിയ സ്പേസ്. സമ്മതിക്കണല്ലേ? നന്നായി. വെരി ഗുഡ്. അപ്പം ഇത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത സ്ഥിതിക്ക് എനിക്കൊരു ചായ ഉണ്ടാക്കി കൊണ്ടുതരും. സമ്മാനം ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല സമ്മാനം തരുന്നു.